എല്ലാവർക്കും സത്സംഗ് വിത്ത് ഋഷിയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മളുടെ കഴിഞ്ഞ സ്വിച്ച് വേർഡിൻ്റെ വീഡിയോ ഒരുപാട് പേര് കണ്ടു, ഒരുപാട് പേര് അത് പ്രാക്ടീസ് ചെയ്തു, ഒരുപാട് പേർക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ടുകൾ വരാൻ തുടങ്ങി. ഇന്ന് ഞാൻ കഴിഞ്ഞ പ്രാവശ്യവും ഇട്ടത് ഞാൻ നിരന്തരം ചൊല്ലുന്ന ഒരു സ്വിച്ച് വേർഡാണ്. ഇന്നും ഞാൻ നിരന്തരം ചൊല്ലുന്ന ഒരു സ്വിച്ച് വേർഡാണ്. അബണ്ടൻസ് ജീവിതത്തിലേക്ക് ഫ്ലോ ചെയ്യാൻ, റിച്ചസ് ജീവിതത്തിലേക്ക് ഫ്ലോ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു അതീവമായിട്ടുള്ള ശക്തിയുള്ള ഒരു സ്വിച്ച് വേർഡാണ്. ഈ സ്വിച്ച് വേർഡ് എല്ലാ സമയവും നിരന്തരം ചൊല്ലിക്കഴിഞ്ഞാൽ നമുക്ക് സമ്പത്ത് ഒഴുകി വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് തേടി വരും എന്നാണ്. സാമ്പത്തികമായിട്ടുള്ള ബ്ലോക്സ്, നമ്മുടെ ലൈഫിലുള്ള ബ്ലോക്സ് മാറി നമുക്കൊരു കോൺഫിഡൻസും, നമുക്ക് ആ ഒരു ആ സമ്പത്ത് നമ്മളിലേക്ക് വരാൻ നമ്മൾ വേർതിയാവും. നമ്മുടെ മണി കോൺഷ്യസ്നെസ്, നമ്മളൊരു മണി മാഗ്നറ്റ് പോലെ ആയിത്തീരും എന്നാണ് ഈ സ്വിച്ച് വേർഡ് ചൊല്ലുന്നവരുടെ വിശ്വാസം. പേഴ്സണലി എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണിത്. ഇത് കുറച്ച് നാൾ ഞാൻ ഈ പറയുന്നത് പോലെ ചൊല്ലിക്കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ചൊല്ലേണ്ട പോലെ ആവശ്യമില്ല, നമ്മുടെ മനസ്സിൽ ഓട്ടോമാറ്റിക്കലി അത് വരും. കാരണം ആ ഒരു എനർജി ഫ്രേസിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഉപേക്ഷിക്കാം, ചൊല്ലേണ്ട ആവശ്യമില്ല. കാരണം ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് ഒരു ഇൻസ്റ്റാൾ ആയി കഴിയും അതിൻ്റെ ആ ഒരു വൈബ്രേഷൻ എന്നതാണ്. അപ്പോൾ ഈ ഒരു സ്വിച്ച് വേർഡ് പേഴ്സണലി മറ്റൊരു കാര്യത്തിനുമല്ല, സമൃദ്ധി ജീവിതത്തിലേക്ക് വരിക എന്നുള്ളത് മാത്രമാണ് ഇതിൻ്റെ ഉദ്ദേശം. ഈ സമൃദ്ധി പല രീതിയിലുള്ള സമൃദ്ധി, ഇപ്പോൾ കഷ്ടപ്പെടുന്നവർക്ക് ഉള്ള പണം വരിക, പണമുള്ളവർക്ക് പണം ഏറുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ്, ധനം നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്യാനാണ് ഈ ഒരു പർട്ടിക്കുലർ സ്വിച്ച് വേർഡ് ജനറലി പല ട്രഡീഷൻസിലും ഉപയോഗിക്കാറുള്ളത്. ഇത് പല ലാംഗ്വേജിലും ഈ സ്വിച്ച് വേർഡ് പണ്ട് മുതൽക്കേ ഉപയോഗിച്ചിരുന്നതാണ്. ഇതിൻ്റെ ആദിമമായിട്ടുള്ള ഇനീഷ്യൽ സോഴ്സ് എവിടെയാണെന്ന് നമുക്കറിയാൻ കഴിയില്ല, അത്രയ്ക്ക് ഏൻഷ്യൻ്റ് ആണ്. ഇത് പല പല ഭാഷയിലും ഇതിൻ്റെ ട്രാൻസ്ലേഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഈവൻ അറബിക്, മെക്സിക്കോ, ആമസോൺ, അങ്ങനെയുള്ള പല സ്ഥലത്തും ഇതിൻ്റെ ഒരു ട്രഡീഷൻ അലൈവാണ്. ചെറിയ ചെറിയ വേരിയേഷൻസോട് കൂടി ഈ ഒരു റിവർ ബേസ് ചെയ്തിട്ടുള്ള സ്വിച്ച് വേർഡാണ്. റിവർ എന്നുള്ള വേർഡ് ബേസ് ചെയ്തിട്ടുള്ള സ്വിച്ച് വേർഡാണ്. ഈ സ്വിച്ച് വേർഡ് വളരെ സിമ്പിൾ സ്വിച്ച് വേർഡാണ്. ഗോൾഡൻ റിവർ ഓവർഫ്ലോ. ഗോൾഡൻ റിവർ ഓവർഫ്ലോ. ഗോൾഡൻ റിവർ ഓവർഫ്ലോ. ഇത് ചാൻറ്റ് ചെയ്യുക. എങ്ങനെയാണ് ഇത് ചാൻറ്റ് ചെയ്യുന്നത്? ഇത് ചാൻറ്റ് ചെയ്യാനുള്ള നമുക്ക് ഒരു ഗോൾഡിനെ നമുക്ക് നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന രീതിയിലുള്ള എന്തെങ്കിലും പിക്ചറോ, അല്ലെങ്കിൽ വൈകിട്ടത്തെ ആ ഒരു ഗോൾഡൻ സൺലൈറ്റോ, ഈ ഒരു സമയത്ത് ഒന്നുകിൽ പിക്ചറാണ് നമുക്ക് പ്രാക്ടിക്കലായിട്ട് എടുക്കാൻ പറ്റും. അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ കഴിയുന്ന 2-3 പിക്ചേഴ്സ് ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഇടുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക, അവിടെ ഈ പിക്ചേഴ്സ് ഇടുന്നതായിരിക്കും. ഈ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്കത് കളർ പ്രിൻ്റ് എടുത്ത് നിങ്ങൾക്ക് വെക്കാം, അതിൽ നോക്കി ചൊല്ലാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വൈകുന്നേരം വരുന്ന ആ ഗോൾഡൻ സൺലൈറ്റ് ഉണ്ടല്ലോ, ഗോൾഡൻ കളറിൽ മിക്ക സമയത്തും വരുന്ന ഗോൾഡൻ കളറിലെ സൺലൈറ്റ്, അതിൽ ആ ഒരു പ്രകാശം ഇലയിൽ അടിക്കുന്നത് നോക്കി നമുക്ക് ചൊല്ലാവുന്നതാണ്. ഒരു ഗോൾഡിന്, അതുകൊണ്ടാണ് നമ്മൾ വിഷു അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സമൃദ്ധിയാണ് കാണുന്നത്. നമ്മൾ കാണുന്നതിലാണ് ഇമ്പോർട്ടൻ്റ്. ഇതിൽ വിഷ്വലൈസ്, ആ കാണുന്നതിലൂടെ നമ്മൾ ഗോൾഡ് എന്നുള്ള അതിലേക്ക് കാണുന്നതിലൂടെ നമ്മളിലേക്ക് ആ ഒരു കോൺഷ്യസ്നെസ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഈ സ്വിച്ച് വേർഡ്. നമ്മൾ ബാക്കിയുള്ള സ്വിച്ച് വേർഡ് കണക്കല്ല ഇതിൻ്റെ മെത്തഡോളജി വരുന്നത്. ഗോൾഡൻ റിവർ ഓവർഫ്ലോ. ഇത് ഒരു പിക്ചറിലേക്ക് നോക്കി എത്ര പ്രാവശ്യം വേണമെങ്കിലും ചൊല്ലാം. പക്ഷെ പേഴ്സണലി ഞാൻ ചൊല്ലുന്നത് 19 ടൈംസ് ആണ്. 19 പ്രാവശ്യം ചാൻറ്റ് ചെയ്യുക. 19 പ്രാവശ്യം ഗോൾഡൻ റിവർ ഓവർഫ്ലോ, ഗോൾഡൻ റിവർ ഓവർഫ്ലോ, ഗോൾഡൻ റിവർ ഓവർഫ്ലോ, ഗോൾഡൻ റിവർ ഓവർഫ്ലോ. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് നമ്മളൊരു കാന്തമാണെന്നും നമ്മളിലേക്ക് ഒരുപാട് സ്വർണ്ണ നാണയങ്ങളും സമൃദ്ധിയും നമ്മളിലേക്ക് വന്ന് ഒട്ടിയിരിക്കുന്നതായിട്ടും ആ സമയത്ത് വിഷ്വലൈസ് ചെയ്യണം.
നമ്മളൊരു സമ്പത്തിനെ, സമൃദ്ധിയെ ആകർഷിക്കുന്ന ഒരു മാഗ്നറ്റ് ആണെന്ന് സങ്കല്പിച്ചുകൊണ്ട് നമ്മളത് വിഷ്വലൈസ് ചെയ്യുക. എല്ലാ ദിവസവും ഒരു തവണ, ഏതെങ്കിലും ഒരു തവണ ചെയ്താൽ മതി. പിന്നെ ഒരു തവണ ചെയ്യുക. അപ്പോൾ തുടക്കത്തിൽ ഒരു തവണ ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ കുറേ നാൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു വൈബ്രേഷൻ ആയി കഴിയും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ അനുഭവിക്കപ്പെടും. വിശ്വാസത്തോടു കൂടി ചെയ്യുക. അല്ലെങ്കിൽ ഒരു പരീക്ഷിക്കാനോ ഇത് വർക്ക് ചെയ്യുമോ എന്നാൽ ഞാൻ ഇന്ന് നാളെ തൊട്ട് ചെയ്ത് അങ്ങനെ ചെയ്യാതെ വിശ്വാസത്തോടു കൂടി അതിൻ്റെ കൂടെ പ്രവൃത്തിയും കൂടെ ചെയ്യുക. നിങ്ങൾ ഇത് മാത്രം ചൊല്ലിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും നടക്കുമോ? ഗ്രേസ് എന്നുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ബ്ലോക്സ് മാറ്റും എന്നുള്ളതാണ്. നമ്മളുടെ പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? എത്ര ബ്ലോക്സ് മാറ്റിയാലും നമുക്ക് പ്രവൃത്തി ചെയ്തില്ലെങ്കിൽ യാതൊരു കാര്യമില്ല. ഇപ്പോൾ ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കഥയുണ്ട്, ഒരു തമാശയ്ക്ക് പറയുന്നൊരു കഥയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ അടുത്ത് ഒരാൾ പ്രാർത്ഥിക്കുകയാണ്, ലോട്ടറി അടിക്കണേ. അപ്പോൾ ദൈവം തന്നെ ദൈവത്തിൻ്റെ, ഇപ്പോൾ ശിവൻ്റെയും പാർവതിയായിട്ടാണ്, അങ്ങനെ എന്തോ ആണ്, ഒരു തമാശ കഥയാണ്. അപ്പോൾ പാർവതി പറയാണ്, അദ്ദേഹത്തെ കുറേ നാളായിട്ട് ഇദ്ദേഹം വളരെ സാധനകൾ ചെയ്ത് പ്രാർത്ഥിക്കുന്നതല്ലേ, താങ്കൾക്കൊന്ന് അനുഗ്രഹിച്ചൂടെ എന്ന് പറയുന്നു. അപ്പോൾ ശിവൻ പറയുകയാണ്, ഞാൻ അനുഗ്രഹിക്കാൻ റെഡിയാണ്, എൻ്റെ അനുഗ്രഹം എപ്പോഴും അവൻ്റെ അടുത്തുണ്ട്. പക്ഷെ അവൻ ലോട്ടറി എടുത്താലല്ലേ അവൻ ലോട്ടറി അടിക്കത്തുള്ളൂ. അതേപോലെയാണ് ഗ്രേസ് പരമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിതിനകത്ത് വരിക. പ്രവൃത്തി നമ്മളാണ് ചെയ്യേണ്ടത്, ഹാർഡ് വർക്ക് നമ്മളാണ് ചെയ്യേണ്ടത്, സ്മാർട്ട് വർക്ക് നമ്മളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഒഴുകി വരും. നമുക്ക് ഒരുപാട് ബ്ലോക്സ് മാറി നമുക്കൊരു കോൺഫിഡൻസ്, നമുക്ക് എന്തും ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി നമ്മളിലേക്ക് വരും. നമുക്ക് ഇതുവരെ ഇല്ലാത്ത ഒരു ശക്തി നമ്മളിലേക്ക് വരും, ഒരു കോൺഫിഡൻസ് രൂപത്തിൽ വരും. അത് ഭയങ്കര പവർഫുള്ളാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുള്ള ഒരു സ്വിച്ച് വേർഡാണ്. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ സ്വിച്ച് വേർഡിൻ്റെ കൂടെ ഞാൻ എപ്പോഴും ചാൻറ്റ് ചെയ്യുന്ന സ്വിച്ച് വേർഡാണ്. അപ്പോൾ ഈ സ്വിച്ച് വേർഡ് എല്ലാവരും ചാൻറ്റ് ചെയ്യുക, കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതിനകത്ത് നിങ്ങൾക്ക് ഞാൻ സെലക്റ്റഡ് ആയിട്ട് പേഴ്സണലി ഞാൻ ഉപയോഗിച്ചിട്ടുള്ള, ഇപ്പം ഞാൻ കുറേ ചാൻറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ ഉപയോഗിക്കാറില്ല, ഉള്ളിൽ തന്നെ വരും. അപ്പോൾ ആ പിക്ചേഴ്സ് ഇടുന്നതായിരിക്കും. നിങ്ങൾക്കത് പ്രിൻ്റ് എടുത്ത്, ചില ആൾക്കാർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെറിയൊരു ലൈറ്റൊക്കെ ആ പിക്ചറിലോട്ട് അടിച്ച് വെക്കാം, കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി. നിങ്ങളുടെ ഇഷ്ടം. അങ്ങനെ ചെയ്ത് കളർ പ്രിൻ്റ് എടുക്കാവുള്ളൂ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കരുത്. ഓക്കെ. അപ്പോൾ നമ്മളത് ചൊല്ലുമ്പോൾ പിക്ചറിലേക്ക് നോക്കുക, ചാൻറ്റ് ചെയ്യുക, മണി മാഗ്നറ്റായിട്ട് ഇമാജിൻ ചെയ്യുക, സമ്പത്ത് നമ്മളിലേക്ക് വരുന്നതായിട്ട്. അത് കരഞ്ഞുകൊണ്ടൊന്നും നമ്മളത് ചാൻറ്റ് ചെയ്യരുത്, അല്ലെങ്കിൽ വിഷമിച്ചുകൊണ്ട് ചാൻറ്റ് ചെയ്യരുത്. വളരെ സന്തോഷത്തോടു കൂടി ചാൻറ്റ് ചെയ്യാം. ഓക്കെ. ചാൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് മുഖം ഒന്ന് കഴുകുന്നത് നല്ലതായിരിക്കും. പേഴ്സണലി ഞാനത് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഒരുപാട് ഗ്രേസ് ഉണ്ടാവട്ടെ, എല്ലാവർക്കും ഇത് ബെനിഫിഷ്യൽ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്ദി. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. കമ്മ്യൂണിറ്റിയിൽ ഇതിൻ്റെ ഫ്രീ ക്ലാസ്സസ് ഉണ്ടാവും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. താങ്ക്